പൊതുവെ ഉള്ളൊരു ധാരണയാണ് ഹെൽത്തി ഫുഡ് അല്ലെങ്കിൽ ഡയറ്റിലേക്ക് കയറുമ്പോൾ സാധാരണയുള്ള ഭക്ഷണത്തിനേക്കാളും അത് എക്സ്പെൻസീവ് ആണ്. അതായത് നമുക്കപ്പോൾ നമ്മുടെ കോസ്റ്റ് ഓഫ് ലിവിങ് കൂടുന്നു. അത് തെറ്റാണ്. നമ്മളിപ്പോൾ ഹെൽത്തി ആയിട്ടൊരു ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ചിക്കൻ, ഫിഷ്, എഗ്ഗ്, അങ്ങനെ ഒരു ഇതാണ്. ഒരു കടയിൽ പോയിട്ട് നിങ്ങൾ എയറേറ്റഡ് ഡ്രിങ്ക്സ് വാങ്ങിക്കുന്നു, ചിപ്സ് വാങ്ങിക്കുന്നു, ചോക്ലേറ്റ്സ് വാങ്ങിക്കുന്നു, ഐസ്ക്രീംസ് വാങ്ങിക്കുന്നു. ഈ പ്രൈസ് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഹെൽത്തി ഫുഡിന് കൊടുക്കുന്ന പൈസയുടെ ഇരട്ടിയാവുന്നുണ്ട് ഇപ്പോഴത്തെ നമ്മൾ ജങ്ക് ഫുഡിലേക്ക് പോകുമ്പോൾ. പിന്നെ ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു ഫാൻസി ഫുഡ് ഐറ്റത്തിലേക്ക് പോകണ്ട. നോർമലി കഴിക്കുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും, അരി, ഗോതമ്പ്, അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ അത് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഇതൊരു കോസ്റ്റ് കൂടില്ല. പിന്നെ നമ്മൾ നമ്മുടെ ഹെൽത്തിന് കൊടുക്കുന്ന ഒരു വാല്യൂ ഉണ്ടല്ലോ, അത് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ചെറിയ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പൈസ കുറച്ചും കൊണ്ടുവരാം. അതായത് ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ 2 പ്രാവശ്യമോ ഹോൾസെയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കുക. ഒരു മാസത്തേക്കുള്ള ഗ്രോസറി ഐറ്റം, കുറെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വരികയാണെങ്കിൽ അപ്പം ഇപ്പോഴത്തെ ചെലവാക്കുന്നതിന് ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. അപ്പം ഒരു ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് ഒരിക്കലും എക്സ്പെൻസീവ് അല്ല, അങ്ങനെ വിചാരിക്കരുത്. ദിസ് ഇസ് മിസസ് മനി, ഷെഫ് ഫ്രണ്ട്ലി.